എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവം എൻ്റെ പ്രിയ യുവ സുഹൃത്ത് ശബരിയുടേതാണ് ട്ടോ. ശബരി എന്ന് വെച്ചാല് 10ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. പക്ഷെ ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തനാണ്. ഗുരുവായൂരപ്പൻ്റെ ചിത്രം വരയ്ക്കൽ തന്നെയാണ് പണി. അങ്ങനെ ഗുരുവായൂർ പോയിരുന്നു എന്ന് പറഞ്ഞു ട്ടോ. എന്നോട് ചെറിയൊരു വിശേഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാലോ? ഞാന് ഇന്നലെ ഗുരുവായൂർ പോയിരുന്നു ട്ടോ. ഞാനും വലിയമ്മയും അമ്മൂമ്മയും മാമനും അമ്മായിയും കൂടെ. വൈശാഖ മാസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഞാനും എല്ലാവരും ദീപസ്തംഭത്തിന്റെ അടുത്ത് നിന്നപ്പോൾ തന്നെ കണ്ണന്റെ കിരീടവും വിളക്കും കണ്ടു. എനിക്ക് ഒരുപാട് വഴിപാടുണ്ടായിരുന്നു. 501 തവണ നാരായണ എന്നെഴുതി ഗുരുവായൂരപ്പന് മാല കെട്ടിച്ചാർത്തി ചിത്രം വരച്ച് സമർപ്പിച്ചു. മാമന് മിലിറ്ററി കാർഡ് ഉള്ളത് കാരണം നന്നായി തൊഴാൻ പറ്റി. ഞാൻ എൻ്റെ പേഴ്സ് പുതിയത് വാങ്ങി പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പേഴ്സ് തുറന്നേയില്ല. ഞാൻ കണ്ണനോട് മനസ്സിൽ പറഞ്ഞു എനിക്ക് കളഭച്ചാർത്തിന്റെ ചന്ദനം വേണമെന്ന്. ഞാൻ പിന്നെ ചന്ദനം വാങ്ങാൻ പേഴ്സ് തുറന്നു. പൈസ എടുത്തു കൊടുക്കാൻ തുറന്നപ്പോൾ കുറച്ച് കളഭവും ഒരു തുളസി ഇരിക്കുന്നു. അത്ഭുതം തന്നെ. കൃഷ്ണ എന്ന് വിളിച്ചു. കണ്ണൻ എല്ലാവരുടെയും വിളി കേൾക്കും, ഉറപ്പ്. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ ആദ്യം ശബരീനെ പരിചയപ്പെട്ടപ്പം ഞാൻ കൃഷ്ണഭക്തനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത്രയും അങ്ങോട്ട് സീരിയസ് ആക്കിയില്ല. പക്ഷേ പിന്നീട് അടുത്തടുത്തടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും ആളൊരു ഭയങ്കര കൃഷ്ണഭക്തൻ തന്നെയാണ്. ആ പ്രായത്തിൽ 501 തവണ നാരായണ എഴുതി സമർപ്പിക്കുക, ഗുരുവായൂരപ്പന് മാല കെട്ടിച്ചാർത്തുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയാ. ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. പിന്നെ എന്താ പറയാനുള്ളത്? പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് അറിയാം. ഗ്രൂപ്പ് അങ്ങനെ ഫില്ലായിക്കൊണ്ട് കാണാം. കുറച്ച് പേർക്ക് കൂടെ ചാൻസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഉച്ചപൂജാലങ്കാരത്തിനായിട്ട് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, സമാന പദ്ധതിയൊക്കെ ആയിട്ട്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരാം. ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. യൂട്യൂബിൽ കാണുന്നവർക്ക് യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെയും വരാം. ഹരേ കൃഷ്ണ.